മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ സ്ത്രീക്ക് വീണ് പരിക്ക്. മുണ്ടേരി അപ്പൻകാപ്പ് ആദിവാസി നഗറിലെ രമണിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴാണ് നമുക്കിങ്ങനെ സംഭവിച്ച. കുഞ്ഞിനായിട്ട് മാർക്കിൽ പോയി വന്നപ്പോൾ ഞങ്ങൾ ആന ഓടിച്ചതാണ്. ആന വഴിയിൽ നിൽക്കായിരുന്നു. അപ്പോൾ വന്നപ്പോൾ കുടുങ്ങി അങ്ങോട്ട് ഓടിയതാണ്. അതോ കുത്തി മാറി ആനൻ്റെ മുന്നിൽ തന്നെ വീണു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷംസീർ, ഇത് വന്യമൃഗ ശല്യമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? സ്നേഹ, അപ്പൻകാപ്പ് നഗർ എന്ന് പറയുന്നത് വന്യമൃഗാക്രമണ ശല്യമുള്ള സ്ഥലമാണ്. നേരത്തെ തന്നെ പകൽ സമയത്ത് തന്നെ ഇവിടെ കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ പാർക്കുന്ന മേഖല കൂടിയാണ് ഈ അപ്പൻകാപ്പ് നഗർ. ഇവിടെയാണ് ഇന്നലെ രാത്രി 8:30 കാട്ടാനയെ കണ്ട് ഭയന്നോടിയ സ്ത്രീ അവർക്ക് വീണ് പരിക്കേറ്റിരിക്കുന്നത്. രമണി എന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത്. ഇവരുടെ തന്റെ പേരക്കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ്. ഇവിടെ ഇരുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. മകനും മകന്റെ ഭാര്യയും ഭർത്താവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇരുട്ടത്ത് പെട്ടെന്ന് ആനയെ കാണുകയായിരുന്നു. ആന ബഹളം ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പേടിച്ചോടുമ്പോഴാണ് താഴെ വീഴുന്നത്. കയ്യിൽ കുട്ടിയും 1 വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു. ഈ രമണിയുടെ നെഞ്ചിനും ചുണ്ടിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് ആശുപത്രിയിൽ പോകാനും കഴിഞ്ഞില്ല. ഇന്ന് വാർഡ് മെമ്പറൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട് പിന്നീട് ആംബുലൻസ് വിളിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് പോകാൻ കഴിഞ്ഞത്. തന്നെ ഏറ്റവും വലിയ ആദിവാസി സെറ്റിൽമെന്റായ ആദിവാസികൾ പാർക്കുന്ന മേഖല ഈ അപ്പൻകാപ്പ് നഗരിൽ. നേരത്തെ തന്നെ ആനയുടെ ശല്യമുള്ള ഈ മേഖലയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. രാത്രി സമയത്ത് വഴിയിൽ ലൈറ്റ് ഇല്ല എന്നത് വലിയ പ്രശ്നമായി തന്നെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് മാത്രമാണ് ഇന്നലെ ഇവർ രക്ഷപ്പെട്ടത്. കാരണം ആന ശബ്ദമുണ്ടാക്കി ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. തൊട്ടടുത്ത് നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിലാണ് രമണിക്ക് പരിക്കേറ്റത്. ഈ 1 വയസ്സുള്ള കുട്ടിയുടെ കൈക്കും ചെറിയ പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.